ഈ ഇരുൾ തിരയായി ഉയരുമ്പോൾ അകമേ ഞാനേകനായി തിരയും അലയുന്നു ഈരാവിൻ താരമേ അഴലിഴ അകലും ദൂരം നേരിനു ശരമിതു വേഗം ഉയരേ പോരാടാം ഞാനിതാ എന്നേകനായി നേരായ പകലെൻ്റെ വഴിയറിയാനായി ആ നാളിനായി പോരിനായി മറയായി കൂരിരുളായി ഇറങ്ങി വാടാ, ഇറങ്ങടാ, നടക്കടാ, നടക്കാൻ, നടക്കാൻ, മിണ്ടരുത്, ബലം പിടിക്കുന്നതാ, നടക്കടാ, നടക്കാൻ. അടിച്ച് ബാക്കിൽ നോക്കി പിടിക്കരുത്. എന്തായിടോ ഉറക്കളച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇവൻ വല്ലതും സമ്മതിച്ചോ? നേരം പുലരുന്നതിന് മുമ്പ് ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. മേഡം, മേഡം വയ്ക്കും. ആ ശരി, കാഞ്ഞു പോണ്ട, രാവിലെ എത്തിച്ചേക്കണം. യെസ് മാഡം. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും. നിന്നെ തീർക്കാനായി അവരുടെ പ്ലാൻ. മര്യാദയ്ക്ക് നീ അങ്ങ് സമ്മതിച്ചേരെ.
തന്നെ കൊല്ലൂടാ. പറ. പറയടാ. പറയില്ലേ? നിന്നെ കൊണ്ട് പറയിക്കാതെ വിടില്ല. പറയടാ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. പറ. നീയാണോ കൊന്നത്? സത്യം പറടാ. എടാ മര്യാദക്ക് സത്യം പറഞ്ഞോ. നിസാർ സാർ വന്ന ഇതായിരിക്കില്ല നിന്റെ അവസ്ഥ. നിന്നെ കൊന്ന് കെട്ടിത്തൂക്കും. പറ. പറടാ. പറടാ. നിർത്താം. സാർ, നിസാർ സാർ പറഞ്ഞിട്ടുണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് സത്യം മുഴുവൻ ഇയാളെ കൊണ്ട് പറയിപ്പിക്കാൻ. ഇങ്ങനെയാണോ സത്യം പറയിപ്പിക്കുന്നത്? അഴിച്ചു വിടറോ? സാർ, രാവിലെ ഇയാളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം. എഴുന്നേക്കടാ. നടക്കടാ. നടക്കടാ ഇങ്ങോട്ട്. കേറ്. വണ്ടി കേറ്. കേറടാ.
അതുവഴി വാ, അവിടെ വന്ന് കയറുവാ. വേഗം വേഗം. ആ കുറുപ്പേ, ഇത് എപ്പോ എത്തി? ഓ, വരുന്ന വഴി. ചെയ്തലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ കുറച്ചൊക്കെ പറയാനുണ്ട്. ഞാൻ പുതുതായിട്ട് എറണാകുളത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ പഴയ പോലെ നമുക്ക് ഓട്ടം ചാട്ടമൊക്കെ തുടങ്ങാമല്ലോ. അതിനെന്താ, ഇപ്പൊ എങ്ങോട്ട് പോവാ? ഞാനേ മാഷെ ഒന്ന് കാണാൻ പോവാ. ആ, മാഷിനെ കാണുമ്പോ എന്റെ അന്വേഷണം കൂടെ ഒന്ന് പറഞ്ഞു. ഓ, പറഞ്ഞേക്കാം. ആ. രാവിലെ തന്നെ പണി തുടങ്ങിയോ? എന്തായാലും മഴയൊക്കെ കഴിഞ്ഞു. മാത്തക്കുട്ടിയോട് ചന്തയിൽ പോയി കുറച്ച് വാഴവിത്ത് വാങ്ങുന്ന കാര്യം പറയണം. ആ, എനിക്കും വേണം. അച്ഛാ, ആ, എന്താ മോളെ? മോളെ പതുക്കെ സൂക്ഷിച്ച്. ആ, പതുക്കെ. അച്ഛാ, അച്ഛൻ എനിക്ക് കാശ് തരാന്ന് പറഞ്ഞല്ലേ? ആ, നിനക്കിപ്പോൾ എന്തിനാ മോളെ കാശ്? നാളെ ജോജിയുടെ ബർത്ത്ഡേ മാഷേ, ആഹാ. ഒരു ഗിഫ്റ്റ് വാങ്ങണം. മോള് വീട്ടിലേക്ക് വെക്കോ, ഞാൻ വന്നിട്ട് തരാം. അച്ഛൻ ഇപ്പൊ വരൂ? ആ, ഞാൻ അച്ഛനെയും കൂട്ടി വരാം. നമുക്ക് എന്നിട്ട് ഒരുമിച്ച് പോയി വാങ്ങാം. അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്കായി വാങ്ങിച്ചോളാം. ഒരു സർപ്രൈസ് ഗിഫ്റ്റാ. ഇവളുടെ ഒരു പെട്ടെന്ന് കാര്യം. വരണേ അച്ഛാ. മോൾ അവന് എന്ത് ഗിഫ്റ്റാ വാങ്ങിച്ചു കൊടുക്കുന്നേ? അത് കൊടുത്തു കഴിഞ്ഞ് കണ്ടാ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തേക്ക് വിട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കൂടുതൽ കളിയാകണ്ട് ചോദിച്ചായാ. ദാ അവിടെ നിർത്തിക്കോ. ഞാനിവിടെ നിൽക്കണ മോളെ, അതോ പോയിട്ട് വന്നാൽ മതിയോ? ചോദിച്ചാൻ പോയിട്ട് വാ. ആ, ശരി. എന്താ വേണ്ടേ? ഫോൺ ഏതൊക്കെ മോഡലുണ്ട്? എല്ലാ മോഡലും ഉണ്ട്. ഇത് പുതിയ മോഡലാ. ഇത് വേണ്ട. അതോ? ആ, ഇത് നല്ല മോഡലാ. ഇതിന്റെ റേറ്റ് എത്രയാ? 16,000 rupees. 16,000. ആ, ഇത് വില കുറഞ്ഞതും നല്ല ഫീച്ചേഴ്സും ഉള്ളതാ. അതൊന്ന് കാണിക്കോ? ഇതിവിടെ നിന്ന് ഒത്തിരി പോകുന്ന മോഡലാ. ആ, എന്നാ ഇത് മതി. ഓക്കെ. ജോജി, ജോജി, ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ജോജി, എഴുന്നേക്ക് പ്ലീസ്. എഴുന്നേക്ക്, എണീക്കാൻ. എഴുന്നേക്ക് അങ്ങോട്ട്. ഹാപ്പി ബർത്ത്ഡേ. ദാ, ഇതെന്തോ? നിന്റെ ആ പൊട്ട ഫോൺ മാറ്റിയിട്ട് ഇനി ഇത് ഉപയോഗിച്ചാൽ മതി. ഓ, ശരി. നീ ഇതെങ്ങനെ വാങ്ങി? അതൊന്നും നീ പറയണ്ട. മോനപ്പേ കുളിച്ച് റെഡിയാവ്. പിറന്നാളല്ലേ, പള്ളിയിലൊക്കെ പോണ്ടേ? മാറണം. ആഹാ, ഇത്ര വേഗം കഴിഞ്ഞോ? ഇരുന്നേക്ക്. നീ എന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞ? ബർത്ത്ഡേ ബോയ്ക്ക് തനിച്ചെന്തെങ്കിലും പറയാനുണ്ടെന്ന് ഓർത്താ വരാഞ്ഞേ. വാ, ഞാൻ ഇവിടെ വന്ന് എന്ത് പറഞ്ഞാലും പുള്ളിക്കാരൻ എനിക്കത് നടത്തി തരും. ഇന്നെന്താ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചത്? അത് നടന്നു കഴിഞ്ഞിട്ട് പറയാം.
അവിടെയൊക്കെ പോയി നോക്കണോ? വേഗം വേഗം വിടരുത് അവനെ. Come on. നിക്കണം. സാറേ, എന്നെ വിടല്ലേ? ഒന്ന് വേഗം വാടോ.
രാജ്യങ്ങളാണ് വിട്ടുനിന്നത്. ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിൽ ഹലോ, മനുഷ്യാവകാശ ഇതെന്താ ഒറ്റയ്ക്കേ ഉള്ളൂ? ആവശ്യപ്പെട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ UN മനുഷ്യാവകാശ കൗൺസിലിൽ അവതരിപ്പിച്ച പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. 47 അംഗ സമിതിയിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളാണ് വിട്ടുനിന്നത്. സ്റ്റീഫൻ വധക്കേസിലെ പ്രതി ജോജി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. യുവ വ്യവസായിയായ സ്റ്റീഫനെ KN ബീച്ച് റിസോർട്ടിൽ വെച്ചാണ് പ്രതി ജോജി കൊലപ്പെടുത്തിയത്. DYSP ബീന ജോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു ജോജിയെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ കൊണ്ടുപോകും വഴിയാണ് ജോജി രക്ഷപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. CI അലക്സ് ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. സാർ ഇവിടെ പ്രവീണ DOSP എത്തിയിട്ടുണ്ടോ? മാഡം SP സാറും റൂമിലുണ്ട്. നിസാർ സാറും വന്നിട്ടുണ്ട്. ഓക്കെ. കേറി ചെല്ലടോ. വിത്തിൻ 24 hours അവൻ എവിടെയാണെങ്കിലും പൊക്കി എന്റെ മുമ്പിൽ കൊണ്ടുവരണം. സാർ മനസ്സിലായോ? സാർ അത് പെട്ടെന്നുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. തന്റെ ഈ സ്വഭാവത്തിന് ഒരു പോലീസ് പണിയല്ല. യൂണിഫോം അഴിച്ചു വെച്ച് വേറെ വല്ല പണിക്കും പോടോ. സാർ വടി പോലെ നിൽക്കാതെ അവൻ എവിടാന്ന് വെച്ചാൽ പൊക്കിക്കൊണ്ട് വാടോ. രമ്യ എടുത്തോ, ഒന്ന് മതി. താങ്ക് യു. ആ എടുത്തോ, എടുക്ക് വിലാസിനി. ഇങ്ങോട്ട് കൊണ്ടുപോടോ. ആ എന്താടോ വിശേഷം? സാറേ, ഞാനൊരു പുതിയ കാറങ്ങ് വാങ്ങി. ഇനി മഴയാന്നും പറഞ്ഞ് താമസിക്കരുത്, നേരത്തെ എത്തിയേക്കണം. എൻ്റെ പൊന്ന് സാറേ, ആ പേട്ട് ഡോക്ടറിൽ നിന്ന് വാങ്ങിയ ചൊക്കട സ്കൂട്ടർ കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങാൻ എത്ര കാലമായിട്ട് പറയുന്നു. ഒന്നുമില്ലേലും സാർ ഇവിടുത്തെ ഒരു മുതലാളിയല്ലേ? അതൊന്നും വേണ്ടടോ. ഈ സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അച്ഛൻ വീടുകളിൽ ഇൻസ്റ്റാൾമെൻ്റായിട്ട് തുടങ്ങിയ കച്ചവടമാണ്. പിന്നെയാണ് ഞാനിവിടെ ഒരു കട തുടങ്ങിയത്. അതൊക്കെ അറിയാം. അതിപ്പോൾ ഈ നിലയിലായി. അതുകൊണ്ട് ഞാൻ സ്കൂട്ടർ വരുന്ന മുതലാളി ആയിക്കോളാം. അല്ല സാറേ, ഞാൻ പോയാൽ തിരുപ്പൂരിൽ നിന്ന് കെട്ടൊക്കെ ഇറക്കി വെക്കും. വെറുതെ കഥ പറഞ്ഞ സമയങ്ങളേതാ. ചെല്ലിയല്ലേ, അതൊക്കെ ഞാൻ. ആരാ നിങ്ങളുടെ ഓണർ? വരണം സാർ. എന്താ സാർ? ജോജി എവിടെ? അറിയില്ല സാർ. മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ തന്നെ തന്റെ മോളെ കൂട്ടുപ്രതിയാക്കും. സത്യമായിട്ടും എനിക്കറിയില്ല സാർ. അറിയാത്തതാണോ അതോ അറിയില്ലെന്ന് നടിക്കുന്നതാണോ? ചോദിക്കണ്ടല്ലോ, ചോദിച്ചാലോ സാറേ. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പൊ തന്നെ സ്റ്റേഷനിൽ അറിയിക്കണം. ശരി സാർ. ശരി, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഞാൻ വിളിക്കാം. താനൊക്കെ എന്തിനാടോ ഈ നക്ഷത്രം തോളത്തൂക്കി നടക്കുന്നത്? മീഡിയക്ക് ഇനി ഒരാഴ്ചത്തേക്ക് സർക്കാരിന്റെ മേൽ കുതിര കയറാൻ ഇത് മതി. ആഭ്യന്തര വകുപ്പിന്റെ പരാജയം സർക്കാരിന്റെ പിടിപ്പുകേടെന്ന് പറഞ്ഞ് അവരങ്ങ് ആഘോഷിക്കും. പോലീസ് പ്രതിയുടെ പുറകെ തന്നെ ഉണ്ട് സാർ. ഉടൻ കസ്റ്റഡിയിലെടുക്കും. സർക്കാരിന്റെ പുറത്തോട്ടാണോടോ താനൊക്കെ ഓട്ട മത്സരം നടത്തുന്നത്? തനിക്കിങ്ങനെ സാർ എന്ന് പറഞ്ഞു തന്നാ മതിയല്ലോ. ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് ഞാനാ. വിതിൻ 24 hours പ്രതിയെ കണ്ടെത്തിയില്ലെങ്കിൽ തന്റെ തലയിൽ തൊപ്പി കാണില്ല, കേട്ടോടോ സർ. പാലം പണി നീ അടുത്ത കാലത്ത് നടക്കുന്നില്ല, ചുമ്മാ നമ്മളെ ഇതാക്കാൻ വേണ്ടി. കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ? ഇവനല്ലേ ജോസ് ഏതാ കൊലക്കേസിൽ പ്രതി? നീ വാർത്ത കണ്ടില്ലേ? ആളും തന്നെ. ഇവൻ തന്നെയാ അത്. അമ്മച്ചേ, അവനാ കൊലക്കേസിലെ പ്രതിയാ. അവനെയും കൊണ്ട് ഇവിടുന്ന് പോകും സാർ. അവന് ഈ ഏരിയ വിട്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ആ ഭാഗത്ത് സെർച്ച് ചെയ്യും. നിങ്ങൾ ഇതുവഴി ചെല്ലും. ശരി സാർ. ഏത് സമയത്ത് ഇവനൊക്കെ വിട്ടോ. അമ്മച്ചി ഇവിടെ താടി വെച്ചൊരു പയ്യൻ വന്നിരുന്നു. അങ്ങോട്ടൊരു പയ്യൻ ഓടിപ്പോന്നുണ്ട്. വാ.
താനൊക്കെ വല്ല സെക്യൂരിറ്റി പണിക്കും പോയിക്കൂടെ? ഒരു പ്രതിയെ കൊണ്ടുപോകാൻ അറിയത്തില്ലെങ്കിൽ താനൊക്കെ ഈ പണി കളഞ്ഞേച്ചു പോ. നിസാറില്ലേ അവിടെ? ഫോൺ കൊടുക്ക. നിസാർ, ഞാനിപ്പോൾ വരാം. ലായക്കാട് ഏരിയയിലെത്തിയോ? വിടരുതവനെ. ഉടൻ കസ്റ്റഡിയിലെടുത്തോണം. ഓക്കെ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും. സർ, സർ, താനൊക്കെ എവിടെ നോക്കിയാടോ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നത്? തന്റെയൊക്കെ ശ്രദ്ധക്കുറവ് മൂലം മോളിൽ നിന്ന് കേട്ടത് മുഴുവൻ ഞാനാ. എടോ, എന്തെങ്കിലും ഒന്ന് പറ. കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ വേഗം അവനെ കസ്റ്റഡിയിലെടുക്കാൻ നോക്ക്. സർ. ഒരു തിരി തെളിയും കര പോലെ മിഴികളിൽ നിറയും പകലൊളി പോലെ അകലെയായൊരു തിരി തെളിയും മറുകര പോലെ മിഴികളിൽ നിറയും പകലൊളി പോലെ വിധിയുടെ വ്യത തന്നല പിന്തുടരവേ അടവുകൾ പൊരുതുവാൻ വഴി തീർക്കവേ വിധിയുടെ വ്യത തന്നല പിന്തുടരവേ അടവുകൾ പൊരുതുവാൻ വഴി തീർക്കവേ സർ, നേരം കുറെ വൈകിയല്ലോ. ഇനിയിപ്പോ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. രാവിലെ കൂടുതൽ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്ത് സെർച്ച് ചെയ്യാം. അതാവും സാറേ നല്ലത്.
ഉള്ള പണിയും കളഞ്ഞിട്ടേ അവൻ മൊബൈൽ കളിച്ചോണ്ടിരിക്കുന്നാണ്ട. മാഷ് പറഞ്ഞ കാര്യം അവനോടൊന്ന് പറഞ്ഞേക്ക്. ആ കാലത്ത് തന്നെ പോണം. നാളെ നീ ആ മാഷിനെ പോയി ഒന്ന് കാണണം. 1 മണിക്കൂറായിട്ട് ഞാൻ അവനെ കഴിക്കാൻ വിളിച്ചോണ്ടിരിക്കുക. അതിന് കയ്യിലിരിക്കുന്ന സാധനം താഴെ വെക്കണ്ടേ? ആ മാധവക്കുട്ടി അല്ല മാഷേ, എന്തായാലും ഇതൊക്കെ വെട്ടി കൈത്ത് തടഞ്ഞാൽ നന്നായി. ഇപ്പോൾ റബ്ബറിന് നല്ല വിലയല്ലേ? മാത്തുക്കുട്ടിക്കല്ലായിരുന്നോ നിർബന്ധം റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞ് കൈത നടണമെന്ന്? ആ ഞാനിതെല്ലാം വെട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ മാത്തുക്കുട്ടി എന്ത് പണിക്ക് പോയേനെ. ഇപ്പോൾ ആണോ എണീറ്റ്? ഉറങ്ങിപ്പോയി. ആ രാത്രിയിലേ മൊബൈലിൽ കുത്തി കളിക്കാതെ കിടന്നുറങ്ങണം. ഒന്ന് നിർത്തല്ലേ മാത്തുക്കുട്ടി? ഞാൻ നിർത്തി. ഇങ്ങി വാ മോനെ. എൻ്റെ ഒരു സുഹൃത്ത് സെയ്താലി ഇവിടെ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിൻ്റെ ജോലിക്കാര്യം അവനോട് പറഞ്ഞിട്ടുണ്ട്. നീ അവനെ പോയെന്ന് കാണ്. ഞാൻ പോവാം മാഷെ. അച്ഛൻ എപ്പോഴും ജോലിക്കാരും പറഞ്ഞ് എന്നോട് വഴക്കാം. ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി നിർത്തിപ്പോയത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? പഠിച്ചു കഴിഞ്ഞ് പുറത്തോട്ട് എത്ര നല്ല ഓഫർ വന്നതാ, എന്നെ വിട്ടില്ല. നാട്ടിൽ തന്നെ ജോലി ചെയ്താൽ മതി എന്ന് ഒരേ നിർബന്ധമല്ലായിരുന്നു രണ്ടാക്കും. അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? അവർക്കെപ്പോഴും നീ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹം കാണും. എന്തായാലും നീ ഇന്ന് തന്നെ പോയി ജോലിക്കാര്യത്തിന് അവനെ കാണും. വെറുതെ സമയം കളയണ്ട. ഇന്ന് തന്നെ പൊയ്ക്കോളാം മാഷെ. ജോജി, ജോജി. എന്താ ജോജി? എന്താടി ഇപ്പൊ വരാ, നിക്ക്. എന്താ എന്തു പറ്റി? എന്തിനാ കരയുന്നത്? എന്താ പ്രശ്നം പറ. നീ ഇന്ന് കരയാതെ കാര്യം പറ. ആര്? സ്റ്റീഫൻ. ഞാൻ പറഞ്ഞിട്ടില്ല, അവരെന്നെ തല്ലി. തല്ലിയോ? എന്തിന്? ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി അവരെന്നെ ഫോളോ ചെയ്ത് വന്നു. കാറ് കയറാൻ അനുവദിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോ എന്നെ പിടിച്ചേറ്റാൻ ശ്രമിച്ചു. അവനിപ്പോ എവിടെ ഉണ്ടാവും? ചേട്ടാ, ഈ സ്റ്റീഫൻ റൂം ഏതാ? ഇവിടുന്ന് ലെഫ്റ്റ്. താങ്ക്സ് ചേട്ടാ. എന്താ സാറേ ഇവിടെ? ജോജി അകത്തുണ്ടോ? ഉണ്ട് സാറേ, അവൻ എഴുന്നേറ്റില്ല, അകത്ത് കിടക്കുക. കേറി നോക്കണോ? പ്രശ്നം എനിക്കറിയില്ല. സാറേ എന്താ കാര്യം? എന്താ സാറേ? നമ്മുടെ കുഞ്ഞിനെ എന്തിനാ കൊണ്ടുപോയി?
എന്താ കാര്യം അങ്ങോട്ട് കേട്ടോ. മാത്തുക്കുട്ടിയെ പ്രവീണ തുറക്ക്. മാത്തുക്കുട്ടി എന്താടാ പ്രശ്നം? എന്താ സാർ? കേറടാ, അങ്ങോട്ട് മാറിക്കിടി. ജോജി ജോജി ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താ ജോജി കാര്യം? എന്താ സാറേ കേറടാ അങ്ങോട്ട്. എന്താ സാറേ പ്രശ്നം? നീ ഇങ്ങോട്ട് അങ്ങോട്ട്. എന്തിനാ സാറേ അവനെ കൊണ്ടുപോണേ? അതൊക്കെ വഴിയാ. കാര്യം പറ സാറേ. ജോയിച്ചും വരുന്നില്ലേ? ഇല്ല കുറുപ്പേട്ട. ആ എസ് ഐ നിസാർ എന്നെ കണ്ട കലിപ്പ. എന്നോടുള്ള ദേഷ്യം അയാൾ അവനോട് തീർക്കും. നിങ്ങൾ ചെല്ലേ. സാറേ എന്നാടോ? അവനെ ഒന്ന് കാണാൻ അനുവദിക്കണം. ഇപ്പൊ കാണാനൊന്നും പറ്റത്തില്ല. സാറേ ഞങ്ങൾ ഒന്ന് അവനെ കണ്ടിട്ട് വയ്ക്കൊള്ളാം. ജോജി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീയാണോ തീരുമാനിക്കുന്നത്? അതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. വയ്ക്കോ. ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. എന്താടോ അവിടെ? അതാ ജോജിയുടെ വീട്ടുകാരാ. ഡോ ഇവരെ പറഞ്ഞു വിട്. ജോജി ഒന്ന് കാണാൻ വന്നതാ സാർ. സാർ അവനോട് ഒന്ന് സംസാരിക്കാൻ അനുവദിക്കണം. അവൻ്റെ അമ്മ ആശുപത്രിയിലാണ് സാർ. നിങ്ങൾ ഇപ്പൊ പോ. സാർ പ്ലീസ്. സാർ ഞങ്ങൾ അവനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. നിയമപരമായി ഞങ്ങൾക്ക് അത് അനുവദിക്കാൻ കഴിയില്ല. സാർ ജോജിക്ക് അങ്ങനെ ഒരാളെ കൊല്ലാനൊന്നും കഴിയില്ല. ഒരുത്തനെ കൊന്നതിനെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്, അല്ലാതെ സുഖവാസത്തിനൊന്നും അല്ല. നിസാർ സർ, ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. ജോജിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളിപ്പോൾ പോ. ചെന്ന് നല്ലൊരു വക്കീലിനെ കാണാൻ. നിന്ന് സമയം കളയണ്ട. ദേ അവൻ. സാർ ഇനി അവനെ ഇവിടെ വാ, വേഗം വാ. വാ. എടാ ഞാനിവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. നീ എന്താ എവിടെ എത്തി? പാലത്തിൻ്റെ അടുത്ത്. എന്താ കാണിക്കുന്നത്? ഹലോ, ബൈക്ക് കൊണ്ടുപോകാൻ. നിയതമായി ഇരതിരയുന്നൊരു ശരമുന പോലെ പഴുതുകൾ തിരയും മിഴിമുന പോലെ ചിറകുകൾ വാനിൽ നീട്ടി പറന്നുയരവേ അരികിലായി ഇറകിലായി പിന്തുടരവേ ഉയരുവാൻ അകലുവാൻ മുന്നിൽ കുതിക്കവേ വിധിയുടെ ശരമുന എന്നെ തിരയവേ നിയതമായി ഇരതിരയുന്നൊരു ശരമുന പോലെ പഴുതുകൾ തിരയും മിഴിമുന പോലെ നിയതമായി ഇരതിരയുന്നൊരു ശരമുന പോലെ പഴുതുകൾ തിരയും മിഴിമുന പോലെ. മേ ഐ കം ഇൻ സർ? യെസ്. മുകളിൽ നിന്നുള്ള പ്രഷർ കാരണം എനിക്കിവിടെ ഇരിക്കാൻ പറ്റാതായിട്ടുണ്ട്. ഒരു പ്രതിയെ കസ്റ്റഡിയിൽ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ എന്തിനാ ഈ പണിക്ക് വരുന്നേ? താനിരിക്കും. ഇയാൾ അവിടെ എന്തെടുക്കുമായിരുന്നു? സർ അത് പിന്നെ മീഡിയയ്ക്ക് ഒരു റിപ്പോർട്ട് പോലും കൊടുത്തു പോരുത്. സർ ഇന്നലത്തെ ചാനൽ ചർച്ച താൻ കണ്ടതല്ലേ? കണ്ടു സർ. പോലീസിന്റെ ഇന്നഫിഷ്യൻസിയെ കുറിച്ച് മാത്രമായിരുന്നു ഇന്നലത്തെ ചർച്ച. എത്രയും വേഗം പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. സർ അന്വേഷണ ചുമതലയിൽ നിന്നും സി അലക്സ് ജോസഫിനെ മാറ്റുന്നതായിരിക്കും നല്ലത്. മറ്റാരെയാ ചുമതലപ്പെടുത്താൻ പറ്റുന്നത്? സർ
CI പ്രദീപ് കുമാറിനെ ഏൽപ്പിക്കാം. ശരി, ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. ഹായ് സൈതാലി. കുറച്ച് ദിവസം ആയല്ലോ രണ്ടുപേരെയും കണ്ടിട്ട്. എവിടെയായിരുന്നു? ആ മാത്തുക്കുട്ടിയുടെ മോൻ്റെ കേസുമായിട്ടേ ഓടി നടക്കുമായിരുന്നു. അതാ ആ കൊച്ചനൊരു മണ്ടത്തരം കാണിച്ചു. എന്തു പറ്റി? പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. ഞാൻ വാർത്തയെ കണ്ടിരുന്നു. ആ മാതക്കുട്ടിയുടെയും ഭാര്യയുടെയും കരച്ചിൽ എന്ത് ചെയ്യാനാ? പാവം പയ്യനായിരുന്നു. വിധി അല്ലാതെ എന്തു പറയാനാ? ഈ മരിച്ച സ്റ്റീഫനെ എനിക്കറിയാം. ബാംഗ്ലൂരിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിലെ കെമിസ്റ്റായിരുന്നു അവൻ. കമ്പനിയുടെ കാര്യത്തേക്കാൾ അവൻ കൂടുതൽ താല്പര്യം കാണിച്ചത് ഡ്രഗ്സ് മാഫിയുമായിട്ടുള്ള കൂട്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ അവൻ പൊങ്ങിയത് കൊച്ചിയിലാ. ചെയ്താലിക്കപ്പോൾ അവനെ അറിയാല്ലേ? ഇവൻ്റെ ഭാര്യ ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ ഒരു ദിവസം മരിച്ചു കിടന്നു. ഇവൻ കൊന്നതാണെന്നും അതല്ല ആത്മഹത്യ ചെയ്തതാണെന്നും ഒക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും കേസൊക്കെ അവൻ തേച്ചു വായിച്ച് കളഞ്ഞു. കഷ്ടം. എവിടെ ആയാലും കൊച്ചു പെമ്പിള്ളേരൊക്കെ അവൻ്റെ ഒരു വീക്ക്നെസ്സാ. ഈ ലഹരി മാഫിയ ഇപ്പോൾ കേരളം മുഴുവൻ കീഴടക്കി കഴിഞ്ഞു. അതെ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. എനിക്കൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, കാണാം. ആ ഫോൺ എടുക്കൂ ജോയി. ഹലോ. ഇല്ല ചായ, ഞാൻ സ്റ്റാൻഡില്ല, ഓട്ടോ എടുത്തിട്ടില്ല. ഈ സ്കൂൾ വരെ വന്നതാ. നമ്മുടെ മാഷിൻ്റെ മകളുടെ കൊച്ചിൻ്റെ അഡ്മിഷൻ്റെ ആവശ്യത്തിനാ. ഓക്കെ. ആരാ? മാത്തുക്കുട്ടി ചായനാ. ഓക്കെ, ചെയ്തേക്കാം. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ന്യൂസിൽ കണ്ടിരുന്നു. ഇപ്പം പിന്നെ ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് വാർത്തകളൊക്കെ വളച്ചൊടിക്കുകയാണല്ലോ. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ? തിരുവനന്തപുരത്തേക്കാ. കുഞ്ഞിനെ അവിടെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കണം. ഇത്ര പെട്ടെന്നൊരു ട്രാൻസ്ഫർ ഞാൻ പ്രതീക്ഷിച്ചില്ല ഫാദർ. ഓഫീസിൽ നിന്ന് സീൽ ചെയ്ത് കളക്ട് ചെയ്തു. ഇവിടെ ആകുമ്പോൾ ജോലിക്ക് കൊണ്ടാക്കാനും എളുപ്പമാണ്. ഇത് കുറച്ചും കൂടെ അടുത്താ. പക്ഷേ ഇത് നമ്മുടെ CI സാറല്ലേ വരുന്നേ? സാറിൻ്റെ ഇവിടെ? കുഞ്ഞിൻ്റെ TC വാങ്ങാൻ വന്നതാ. എനിക്ക് ട്രാൻസ്ഫറായി. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ. കസ്റ്റഡിയിലിരുന്ന പ്രതി ചാടിപ്പോയില്ലേ സാറേ? അതവനൊരു അബദ്ധം കാണിച്ചതാ സാർ. എനിക്ക് പകരം വന്നിരിക്കുന്ന ആളിൻ്റെ കയ്യിൽ അവനെ കിട്ടിയാൽ അവൻ തീർന്നു. സർ, അവനെവിടെയാ? ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് സർ. സൗഷ്യൻ മെന്നിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ? സർ. ഏത് ഭാഗത്താ? അങ്ങ് മേളില സർ. സർ, ഈ ഏരിയ മൊത്തം ഞങ്ങൾ ഇന്നലെ അരിച്ചു പെറുക്കിയതാണ്. നമുക്ക് നോക്കാം. എങ്ങോട്ടാ? സർ, ഇതുവഴിയാ.
ചോദിക്കത്തില്ല. സർ, നിസാറിനോട് മതിയാക്കാൻ പറ. അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാനായിരിക്കും തൂങ്ങുന്നത്. സർ, മെഡിക്കൽ എടുത്ത് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ നോക്ക്. തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞാനൊന്നും ചെയ്തിട്ടില്ല സർ. പിന്നെന്തിനാണോ രക്ഷപ്പെടാൻ ശ്രമിച്ചത്? മാഷ് അകത്തുണ്ടോ? അകത്തുണ്ട്. നോക്കിക്കോ മാഷേ, ജോജിയെ വീണ്ടും പോലീസ് പിടിച്ചു. മര്യാദയ്ക്ക് അടങ്ങി കിടന്നോണം. ശരി, താങ്ക് യു. മമ്മി എത്തിയിട്ട് ഒത്തിരി നേരമായോ? ഇപ്പം എത്തിയുള്ളൂ. നിസാർ മാഡം, എന്തായി? അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കിടക്കേണ്ടി വരും. അവനെ സൂക്ഷിക്കണം. സർവൈലൻസ് ഡ്യൂട്ടിക്ക് ആളെ ഇട്ടിട്ടുണ്ട് മാഡം. സെക്യൂരിറ്റി സ്ട്രോങ് ആയിരിക്കണം. യെസ് മാഡം. പോവാം. നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചാലോ? ആ കടയിൽ കയറിയും ചോദിക്കുകയും ചെയ്യാം. കുടിക്കാൻ ഒരു രൂപ വെള്ളം തരും. തണുക്കാത്തത് മതിയോ? ആ, അതെ, ഈ ബാവുക്കലിൻ്റെ വീട് ഇതാ ബാഗിന്റെ പുറത്ത്, അവിടെ 3ാമത്തെ വീട്. ആ, ജോജിയുടെ ഫാദർ അല്ലേ? അതെ. ജോജി അറിയോ? അറിയാം, ഞാൻ അറിയായിരുന്നു ജോജിയുടെ കേസൊക്കെ. നിങ്ങളെന്താ ഇവിടെ?
ജോജിയുടെ കേസിന്റെ ആവശ്യത്തിനൊരു വക്കീലിനെ കാണാൻ വന്നതാ. എന്നിട്ട് കണ്ടോ? ഇല്ല. വക്കീലിനെ കാണാനാ? മോൾക്ക് പരിചയമുണ്ടോ? അറിയാം, പക്ഷെ അതിലും നല്ലത് അഡ്വക്കേറ്റ് ബോബനാ. അദ്ദേഹം ഏറ്റെടുത്ത ഒരു കേസ് ഇന്നേ വരെ തോറ്റിട്ടില്ല. എന്നാ മോൾ ആ വക്കീലിനോടൊന്ന് സംസാരിക്കാമോ? ഷുവർ. രാവിലെ മുതലേ ഞാൻ വിളിക്കുക, ഫോൺ എടുക്കുന്നില്ല. മാത്തുക്കുട്ടി എന്തിയേ? സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. മാഷിനെയും കൂട്ടി പോയിരിക്കുക. ഇന്നലെ വക്കീലിനെ കാണണമെന്ന് പറഞ്ഞിരുന്നേ. അയ്യോ, കാലത്ത് എന്നോട് വരണമെന്ന് പറഞ്ഞിരുന്നു. ആണോ? മാത്തുക്കുട്ടി വരാൻ താമസിക്കും. എന്നാ ചേച്ചി പോയി ഒരുങ്ങിയിട്ട് വാ, നമുക്ക് വക്കീലിൻ്റെ അടുത്തേക്ക് പോവാം. ശരി. നിങ്ങൾ രണ്ടുപേരും കൂടി വക്കീലിനെ കാണാൻ കയറിക്കും. ഞാൻ സ്റ്റേഷനിൽ പോയി മാത്തുക്കുട്ടി ചേനെ മാഷിനെയും കൂട്ടി വരാം. എന്നാ ചെല്ല്. കയറി വാ, ഇരിക്ക്. സൗമ്യ വക്കീലിനെ രാവിലെ ഞങ്ങൾ വിളിച്ചിരുന്നു. സ്റ്റീഫൻ വധക്കേസിലെ അക്യൂസ്ഡ് ജോജിയുടെ പേരൻസ് അല്ലേ? അതെ, ഇത് ജോജിയുടെ അമ്മ. ഞാനിവരുടെ കുടുംബ സുഹൃത്താ. അച്ഛനെ രാവിലെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. അങ്ങോട്ട് പോയിരിക്കുക. ജോജി തന്നെയാണോ ഈ കൊലപാതകം ചെയ്തത്? എന്റെ മോൻ പാവാ സാറേ. അവനൊരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നുമില്ല. അവനെ രക്ഷിക്കണം സാറേ. ജോജിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ സാറേ? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, അവനൊന്നും സംഭവിക്കില്ല. ജോജിക്ക് വേണ്ടി ഞാൻ ഹാജരാകാം. ആദ്യം ഞാൻ ഈ കേസ് ഒന്ന് പഠിക്കട്ടെ. വാ. എനിക്ക് രക്ഷപ്പെടാനാവില്ലെന്ന് എന്നെ പെടുത്തിയതാ. എടാ മോനെ, നീ വിഷമിക്കണ്ടടാ. ഞങ്ങൾ നല്ലൊരു വക്കീലിനെ കണ്ടിട്ടുണ്ട്. മോനെ, മതി മതി സാറേ, ഒരു മിനിറ്റ്. അച്ഛനെന്തിയെ വന്നില്ലേ? മോനെ ജോജി, നിന്നെ ഈ അവസ്ഥയെ കാണാൻ മാത്തുക്കുട്ടിക്ക് പറ്റില്ല. അതാവും വരാഞ്ഞ്. മതി മതി, നടക്കണോ? വീട്ടുകാരെ കിട്ടുന്ന ഓരോ ചെയ്തു വിട്ട് മാറിയേക്കണം. നടക്കേ. മാത്തുക്കുട്ടിന്ന് വന്നില്ലേ? രാവിലെ വീട്ടിലേക്ക് തണ്ടല്ലോ. ഇന്ന് പെരുന്നാളല്ലേ, വരില്ല എന്ന് പറഞ്ഞിരുന്നു. കച്ചവടം തീരെ മടുപ്പാ, അതാ താമസിച്ചത്. എനിക്കിപ്പോൾ കിട്ടിയിട്ട് വലിയ ആവശ്യങ്ങളൊന്നുമില്ല. ഉറുപ്പിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. വേണ്ട മാഷേ, ഞാനെല്ലാം നിർത്തുക. മോളെ ജോജിയെ കൊണ്ട് കെട്ടിച്ചിട്ട് എല്ലാം അവരെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ചതാ. പക്ഷെ നമ്മൾ മനസ്സിൽ കണ്ട പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. മാഷേ, ജോജിയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. വിഷമിക്കാതെ, സത്യങ്ങളെല്ലാം ഉടൻ തെളിയും.
ജോജി തിരിച്ചു വരും. മൂത്ത മകൾക്ക് വേണ്ടതെല്ലാം കൊടുത്താ കെട്ടിച്ചു വിട്ടത്. പക്ഷെ ആ ബന്ധം തെറ്റായിപ്പോയെന്ന് പിന്നീടാ മനസ്സിലായത്. മതമൊന്നും നോക്കാതെ അർച്ചനയുടെ ഇഷ്ടത്തിന് ജോജിയെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചതാ. നമുക്കറിയാവുന്ന ആളുമായിരുന്നല്ലോ. പക്ഷേ അതും ഇപ്പോൾ നാളെ രാവിലെ മാഷിനെയും കുറുപ്പിനെയും കൂട്ടി ജോയി കോടതി വരും. ഇനിയെല്ലാം മാതാവിന്റെ കയ്യിൽ. നമ്മുടെ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ല, ഒരു തെറ്റും ചെയ്യില്ല മാതാവേ. ജോജി, 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 സർ ജോജി, ഒന്ന് മാറി നിൽക്കേ. ജോജി, മാറി നിൽക്കാനല്ലേ പറഞ്ഞു. ജോജി. ബോബൻ സാറിന് പ്രത്യേകം താല്പര്യമുള്ളൊരു കേസായത് ആണോ? അതുകൊണ്ട് സാർ തന്നെ നേരിട്ട് ഹാജരാകും. ഇങ്ങോട്ട് വാ ജോജി. അജയ നമ്മുടെ മോൻ. നടക്ക്. ജോജി. മാത്തുക്കുട്ടി, ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഇവിടെ നിന്നാ മതി. മാഷെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മാഷെ. എല്ലാരും കൂടെ എന്നെ പെടുത്തിയതാ. നീ പേടിക്കണ്ട, വക്കീൽ മിടുക്കൻ. മതി മതി, നടക്ക് ജോജി. നടക്കടാ മാഷെ. ജോജിയുടെ പള്ളി വരെ എന്നൊന്ന് കൊണ്ടുപോകും. പോയിട്ട് വരാം. ഓക്കെ, ഞാൻ വിളിക്കാം. ശരി. SC നമ്പർ 138/21 പ്രതി ജോജി. യുവർ ഓണർ, ഈ കേസിൽ 2 ദൃക്സാക്ഷികളാണുള്ളത്. കൊല ചെയ്യപ്പെട്ട സ്റ്റീഫൻ അന്ന് താമസിച്ചിരുന്നത് KN ബീച്ച് റിസോർട്ടിലായിരുന്നു. ആ രാത്രിയിൽ ജോജി സ്റ്റീഫനെ കാണുവാൻ റിസോർട്ടിൽ വന്നിരുന്നു. PW1 ദേവസ്യ ആ ഹോട്ടലിലെ റൂം ബോയ് ആയി ജോലി ചെയ്ത വ്യക്തിയാണ്. CW1 ദേവസ്യ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. നടന്ന കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചുള്ളൂ. സർ സ്റ്റീഫൻ
ഞാൻ ജോലി ചെയ്യുന്ന റിസോർട്ടിൽ സ്ഥിരമായി താമസിക്കുന്ന ആളാ. അന്ന് ഉച്ചയോടുകൂടിയാണ് സ്റ്റീഫൻ അവിടെ റൂം എടുത്തത്. ഈ നിൽക്കുന്ന ആള് അന്ന് റിസോർട്ടിൽ വന്നിരുന്നു. ചേട്ടാ ചേട്ടാ ഈ സ്റ്റീഫൻ റൂം ഏതാ? ഇവിടെ നിന്ന് ലെഫ്റ്റ്, C1. താങ്ക്സ് സാർ. ഞാൻ റൂമിലേക്ക് ഓടി ചെന്നപ്പോൾ മരിച്ചു കിടക്കുമായിരുന്നു സാറേ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഐ എം ഫോർ ദി അക്യൂസ്ഡ്, യുവർ ഓണർ. ദേവസ്യ. അതെ സാർ. ജോജി റൂമിൽ നിന്ന് ഓടിപ്പോകുന്നതല്ലേ നിങ്ങൾ കണ്ടത്? അതെ സാർ. സാർ അത് നിങ്ങൾ റൂമിലെത്തിയപ്പോൾ സ്റ്റീഫൻ മരിച്ചിരുന്നോ? മരിച്ചിരുന്നു സാർ. ജോർജ് സ്റ്റീഫനെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല, റൂമിൽ നിന്ന് ഓടിപ്പോകുന്നതേ കണ്ടുള്ളൂ. ഉടുപ്പിലും കയ്യിലും ഒക്കെ രക്തം ഉണ്ടായിരുന്നു സാർ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. CW2 പ്രവീൺ. യെസ് യുവർ ഓണർ. ഇത് പ്രവീൺ KN ബീച്ച് റിസോർട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാറിയുള്ള പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ്. റിസോർട്ടിലെ CCTV ഫുട്ടേജ് നശിപ്പിച്ചിട്ടാണ് പ്രതി അന്ന് അവിടെ നിന്ന് പോയത്. പക്ഷേ പെട്രോൾ പമ്പിലെ CCTVയിൽ നിന്നും പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ജോജിയുടെ വസ്ത്രത്തിൽ രക്തം പറ്റിപ്പിടിച്ചിരുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അന്ന് പ്രവീൺ കണ്ടത് എന്തായിരുന്നു? ആ ദിവസം എനിക്ക് പമ്പിൽ നൈറ്റാണ് സാറേ. ഒരു 10:30 കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പെട്രോൾ അടിക്കാണ്ട് വന്നത്. പത്രത്തിലെ ഫോട്ടോ കണ്ടപ്പോഴാണ് സാറേ എനിക്ക് മനസ്സിലായത്. അത് ഞാൻ സ്റ്റേഷനിൽ പറയുകയും ചെയ്തു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ജോജിയുടെ ഡ്രസ്സിലെ രക്തം കണ്ടിട്ട് അതെന്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചു സാറേ. ഇതെന്തു പറ്റിയ ഏട്ടാ? അത് പിന്നെ ആക്സിഡന്റ് ആയ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വരുന്നത്. ആ അത് ശരി. ആക്സിഡന്റ് പറ്റിയ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരുന്നെന്നാ പറഞ്ഞേ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. CW3 CI അലക്സ് ജോസഫ്. താങ്കളാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്? അതെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. CI അലക്സ് ജോസഫ്. അതെ. ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ട്രാൻസ്ഫർ ആയത്? യെസ്. താങ്കളുടെ അന്വേഷണത്തിൽ ഈ നിൽക്കുന്ന ജോജിയാണ് കൊന്നതെന്ന് ഉറപ്പുണ്ടായിരുന്നോ? ഇല്ല. സംശയത്തിൻ്റെ പേരിലായിരുന്നു ഇയാൾ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്തപ്പോൾ ഇയാളുടെ കാമുകിയെ മരണപ്പെട്ട സ്റ്റീഫൻ ശല്യം ചെയ്ത വിവരം നേരിൽ കണ്ട് ചോദിക്കാനായിരുന്നു അന്നവിടെ പോയതെന്നാണ് പറഞ്ഞത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. CW4 CI പ്രദീപ് കുമാർ. PW 527 മേ ബി ഗിവൺ അപ്പ് യുവർ ഓണർ. ഈ കേസിൻ്റെ പ്രാഥമിക അന്വേഷണം നടത്തിയത് താങ്കളല്ലേ? അതെ. ഈ കേസിൻ്റെ കൃത്യസ്ഥലമഹസരം രേഖപ്പെടുത്തിയതും പ്രാരംഭ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയതും താങ്കളാണ്? അതെ. ഈ കേസിലെ സാക്ഷികളെ കണ്ട് മൊഴി രേഖപ്പെടുത്തിയതും തൊണ്ടിമുതലുകൾ കണ്ടെടുത്തതും അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയതും താങ്കളാണ്? അതെ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റീഫനെ കൊന്നത് ജോജിയാണെന്ന് താങ്കൾ ഉറപ്പിച്ചത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം സംഭവിച്ചത് രാത്രി 10-നും 10:30-ക്കും ഇടയിലാണ്. ജോജി ആ സമയത്ത് റിസോർട്ടിലെ റൂം പോയി
കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോറൻസിക് റിപ്പോർട്ടിൽ ജോജിയുടെ ഫിംഗർ പ്രിന്റ് സ്റ്റീഫന്റെ ശരീരത്തിൽ പതിഞ്ഞതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോജിയുടെ സാന്നിധ്യവും വിരലടയാളവും കൊണ്ട് മാത്രം അയാൾ എങ്ങനെ പ്രതിയാകും? ജോജി എത്തുന്നതിന് മുമ്പേ സ്റ്റീഫനെ മറ്റൊരാൾ കൊലപ്പെടുത്തിയതാണെങ്കിലോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾ. That's all, Your Honor. CW8 Dr. ഷാജി. താങ്കളാണ് മരണപ്പെട്ട സ്റ്റീഫന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത്? അതെ. അല്ല, എന്തായിരുന്നു മരണകാരണം? എന്തായിരുന്നു എന്ന് പറയണം. തലയുടെ വലതുഭാഗത്തെ രക്ഷതമാണ് മരണകാരണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഡോക്ടർ ഷാജി അല്ലേ? യെസ്. താങ്കളുടെ റിപ്പോർട്ടിൽ തലയുടെ വലതുഭാഗത്തേറ്റ ക്ഷതം മൂലമാണ് മരണമെന്ന് കാണുന്നു. യെസ്. ഏകദേശം എപ്പോഴായിരിക്കും മരണം സംഭവിച്ചിട്ടുണ്ടാവുക? രാത്രി 10-നും 10:30-ക്കും ഇടയ്ക്കാണ് യുവർ ഓണർ. സ്റ്റീഫന്റെ ശരീരത്തിൽ ജോജിയുടെ വിരലടയാളം പതിഞ്ഞിട്ടുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ മരണത്തിന് മുമ്പ് സ്റ്റീഫനും ജോജിയും തമ്മിൽ ഒരു മൽപ്പിടുത്തം ഉണ്ടായി കാണുമോ? ജോജിയുടെ വിരലടയാളം സ്റ്റീഫന്റെ ശരീരത്തിൽ അവ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ സംഭവിച്ചതാകാം. That's all, Your Honor. CW9 SI നിസാർ. താങ്കളാണ് ഈ കേസിലെ FIR രേഖപ്പെടുത്തിയത്? യെസ്. ദാറ്റ് മേ ബി മാർക്ക്ഡ് ആസ് എക്സിബിറ്റ് P12. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. SI നിസാർ, താങ്കൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാറിന് എന്ത് വില വരും? എടുത്തിട്ട് അധികം ആയില്ലല്ലേ? ഏകദേശം 30 ലക്ഷം രൂപ വില വരും അല്ലേ? അതെ. താങ്കളുടെ കുറഞ്ഞ കാലത്തെ സർവീസിനിടയിൽ ഇത്രയും വില കൂടിയ കാർ വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടി? അതെന്റെ ഫാദറിലോ വാങ്ങി തന്നത്. ബിസിനസ് തകർന്ന് കേസിലകപ്പെട്ട താങ്കളുടെ അമ്മായിയപ്പന്റെ കയ്യിൽ ഇത്രയധികം പണം നീക്കിയിരിപ്പുണ്ടായിരുന്നു അല്ലേ മിസ്റ്റർ നിസാർ? സ്റ്റീഫന്റെ കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം താങ്കൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ സന്ദർശനം നടത്തിയിരുന്നോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾ. പറയൂ മിസ്റ്റർ നിസാർ, താങ്കൾ ബന്ധുവിനെയാണോ സുഹൃത്തിനെയാണോ സന്ദർശിക്കാൻ പോയത്? ഒരു ബന്ധുവിനെയാണ് കാണാൻ പോയത്. DYSP ബീന ജോൺ താങ്കളുടെ ബന്ധുവാണല്ലേ? താങ്കൾ അന്ന് സന്ദർശിച്ചത് DYSP ബീന ജോണിന്റെ മകൾ റീനയാണ്. എന്തിനായിരുന്നു അത്? മാഡത്തിന്റെ മകളുടെ കൈ ഫ്രാക്ചറായി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒരു സുപ്പീരിയർ ഓഫീസറോട് സബോർഡിനേറ്റായ താങ്കൾക്ക് അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു? ഞാൻ വ്യക്തിപരമായ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മാഡത്തിന്റെ മകൾ അവിടെ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ അന്വേഷിച്ചു തന്നതാ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. CW10 DYSP ബീന ജോൺ. ഈ കേസന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ചത് താങ്കളല്ലേ? അതെ. ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും ക്രമക്കേട് കണ്ടതുകൊണ്ടാണോ ആദ്യം കേസ് അന്വേഷിച്ച അലക്സ് ജോസഫിനെ മാറ്റിയത്? അതെ. അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ്. അതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിരുന്നോ? അതെ. മകൾ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ കേസിൽ സാക്ഷിയുടെ കുടുംബവുമായിട്ട് എന്താണ് ബന്ധം? അനാവശ്യ ചോദ്യങ്ങളാണ് പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്നത്. ദാറ്റ് മേ നോട്ട് ബി അലൗഡ് യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. പറയൂ. അതെ. മകളും സ്റ്റീഫനും സുഹൃത്തുക്കളായിരുന്നു അല്ലേ? Say yes or no. Yes. എന്തിനായിരുന്നു മകളെന്ന് സ്റ്റീഫനെ കാണാൻ പോയത്? യുവർ ഓണർ, എൻ്റെ സുഹൃത്ത്
ഈ കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. ദ റിയൽ ഫാക്ട്സ് ഓഫ് ദ കേസ് ഈസ് സപ്രസ്ഡ് ബൈ മൈ ഫ്രണ്ട് യുവർ ഓർഡർ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. ബഹുമാനപ്പെട്ട കോടതി ഡിവൈഎസ്പി ബീന ജോണിന്റെ മകൾ റീനയെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ആ കുട്ടിയെ വിസ്തരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. DW1 റീന ജോൺ. ഡിവൈഎസ്പിയുടെ മകളാ റീന. എത്രാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ്? ഫൈനൽ ഇയർ ആണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണല്ലേ? കൊല്ലപ്പെട്ട സ്റ്റീഫനെ എങ്ങനെ അറിയാം? പറയൂ റീന. അത് അന്ന് എന്തിനാണ് റീന സ്റ്റീഫനെ കാണാൻ പോയത്? പറയൂ റീന. സ്റ്റീഫൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവറാണ്. ഞങ്ങളുടെ കോളേജിലെ ഒരു പ്രോഗ്രാമിൻ്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സ്റ്റീഫനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. പിന്നീട് കൂടുതൽ അടുത്തപ്പോഴാണ് സ്റ്റീവൻ്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റീന, come on dear. Please റീന, come on. സ്റ്റീഫൻ, എപ്പോഴും ഈ ചിന്ത മാത്രമേ ഉള്ളൂ? റീന, please റീന. സ്റ്റീഫ, റീന, വിട്. സ്റ്റീഫ, റീന, please. റീന, come on റീന. റീന, come on. Please leave me. റീന, come on. റീന. സ്റ്റീഫൻ, I don't like this. റീന, please. Really love you റീന. റീന, please. റീന, ഞാൻ പറയുന്നത് കേൾക്ക്. റീന, please. റീന, please. എനിക്ക് വേണം റീന, വേണം. കേക്ക്, പറയുന്ന കേക്ക്. നിനക്കറിയില്ല ഈ സ്റ്റീഫനെ, നിന്നെക്കാളും വലിയവളുമാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഇല്ല, ഇവിടെ നിന്ന് നീ പോവില്ല. നീ എങ്ങും പോവില്ല. സ്റ്റീഫൻ, you cheated me. നീ എന്റെ അടുത്ത് എങ്ങും പോവില്ലടി റീന. അടങ്ങടി, നിനക്കറിയില്ല സ്റ്റീഫനെ. നീ ഇവിടെ നിന്ന് എവിടെ വരെ പോടി? എവിടെയാ നീ പോകുന്നേ? ഈ സ്റ്റീഫന്റെ അടുത്ത് എവിടേക്കാണ് പോകുന്നേ? I am filing section 311 CRPC petition to re-examine the surgeon. CW8 ഡോക്ടർ ഷാജി. തലയുടെ വലതുഭാഗത്തേറ്റ ശക്തമായ ആഘാതമാണ് മരണകാരണമെന്ന് താങ്കളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. അതൊരു ബിയർ ബോട്ടിൽ കൊണ്ട് അടിച്ചപ്പോഴുണ്ടായ ക്ഷതമാണോ? അല്ല, ബിയർ ബോട്ടിൽ കൊണ്ടുള്ള ക്ഷതം മരണകാരണമല്ല. മറിച്ച് മറ്റെന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് തലയിലേറ്റ പ്രഹരമോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീഴ്ചയിൽ തലയിലേറ്റ ക്ഷതമോ ആകാൻ മരണകാരണം. യുവർ ഓണർ, ഡിവൈഎസ്പിയുടെ ശക്തമായ ഇടപെടൽ മൂലം കേസ് അട്ടിമറിക്കപ്പെടുകയും സ്വന്തം മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എൻ്റെ കക്ഷിയെ ബലിയാടാക്കുകയുമാണ് ചെയ്തത്. റീന സ്റ്റീഫനെ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തിലായിരുന്നില്ല, ആത്മരക്ഷാർത്ഥമായിരുന്നു. സ്റ്റീഫനെ പോലെയുള്ള വ്യക്തികൾ സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടികളെ വശീകരിക്കുകയും അവരുടെ ഭാവി നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇക്കാലത്ത് കൂടി വരികയാണ്. എൻ്റെ കക്ഷി റിസോർട്ടിൽ പ്രവേശിക്കുമ്പോൾ സ്റ്റീഫനെ ആക്രമിക്കണമെന്നോ കൊല്ലണമെന്നോ ഉള്ള ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല. നിരപരാധിയായ എൻ്റെ കക്ഷി മുറിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റീഫൻ മരിച്ചിരുന്നു. ഒരുപക്ഷെ മദ്യലഹരിയിലായിരുന്ന സ്റ്റീഫൻ സ്വയം വീണപ്പോൾ സംഭവിച്ചതുമാകാം. ആയതുകൊണ്ട് നിരപരാധിയായ എൻ്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. The prosecution, miserably
fails in proving the charge framed against the accused. In the result, I hereby acquit the accused of the offence under Section 302 IPC. Further, I hereby order that the Home Secretary of the state should conduct departmental enquiry against the corrupted police officers involved in this case and punish them accordingly. വിധിപ്പകർപ്പ് മജിസ്ട്രേറ്റ് ഒപ്പിട്ട് ഉടനെ കിട്ടും. അതിനുശേഷം കോടതിയുടെ ചില ഫോർമാലിറ്റീസ് കഴിഞ്ഞാൽ ജോജിയെ ഉടനെ റിലീസ് ചെയ്യും. സത്യങ്ങളല്ല ഇപ്പോൾ തെളിഞ്ഞില്ലേ? അവൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. കുഞ്ഞുനാൾ മുതൽ അവനെ ഞങ്ങൾ കാണുന്നതല്ലേ. മാത്തക്കുട്ടി എവിടെ? പത്രക്കാരുടെയും മറ്റുള്ളവരുടെയും ചോദ്യങ്ങളില്ലേ, അവരങ്ങോട്ട് മാറി നിൽക്കുക. ജോജിയെ ഇപ്പോൾ റിലീസ് ചെയ്യും. എന്നാൽ ഞാൻ മാത്തക്കുട്ടിയുടെ വിവരം ഒന്ന് പറയട്ടെ. ശരി, ഞാൻ ആ വക്കീലിനെ കണ്ടിട്ട്. ശരി, ജോജി ഇപ്പോൾ വരും കേട്ടോ. അതാ വന്നു. അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മാതാവ് നമ്മളെ കൈവിടത്തില്ലെന്ന്. നീ എന്തിനാ കരയുന്നത്? ജോജിയെ വെറുതെ വിട്ടില്ലേ? ജോജി എവിടെ? ജോജി ഇതാ അവരുടെ അടുത്ത്. ജോജി വക്കീൽ സാർ. സാർ, സാറേ ഒരുപാട് നന്ദിയുണ്ട് സാറേ. എന്റെ ജീവിതം തിരിച്ചതിന്. ശരി, സ്റ്റീഫൻ, എടാ നീ
സ്റ്റീഫൻ 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 അകലെയായൊരു തിരിതെളിയും മറുകര പോലെ മിഴികളിൽ നിറയും പകലൊളി പോലെ അതിരുകൾ തിരയും മനസ്സിൻ മരുഭൂമിയിൽ പകയുടെ കനലുകളെരിയും ഇരുൾ വഴികളിൽ അതിരുകൾ തിരയും മനസ്സിൻ മരുഭൂമിയിൽ പകയുടെ കനലുകളെരിയും ഇരുൾ വഴികളിൽ അകലെയായൊരു തിരിതെളിയും മറുകര പോലെ മിഴികളിൽ നിറയും പകലൊളി പോലെ അകലെയായൊരു തിരിതെളിയും മറുകര പോലെ മിഴികളിൽ നിറയും പകലൊളി പോലെ I found you myself. I found you. ലക്ഷ്യം തേടിപ്പോകും വഴിതെറ്റും ശരിയും ഇല്ലല്ലോ ചെയ്യുവതെല്ലാം ശരിയായി മാറും കാലം കാട്ടിയ തത്വം ആരും കളസതെ മുന്നിൽ അവ പകലും പോൽ മറത്തടിമേൽ ദൂരും ലോകം കണ്ടൊരു നേരെ ദൂരം കൂടി പോകും നിശ്ചയം സത്യം വേറൊരിയത്താകണിയോ നീതി നിഷേധം പടരും മണ്ണിൽ ക്രോധവികാരം കണ്ണിൽ തലമുറ വിരുദ്ധ മുഖമായ തലവിധി പഴകളിൽ അമരും തലനാരായി കീറിമുറിക്കും മാധ്യമ കൊട്ടകൊട്ടകൊറ്റാളങ്ങൾ ഇത് പുതിയ കലിയുഗമെങ്കിലും ഇവിടെ നേരുന്ന വഴി മാത്രം ഇതിൽ വിടരും തരുളിൽ ചെറുനാമ്പ് പോലെ ചിറകിനുയിരിലുയരും അഗ്നിപക്ഷി പോലെ അതിരുകൾ തിരയും മനസ്സിൻ മരുഭൂമിയിൽ പകയുടെ കനലുകളെരിയും ഇരുൾ വഴികളിൽ അതിരുകൾ തിരയും മനസ്സിൻ മരുഭൂമിയിൽ പകയുടെ കനലുകളെരിയും ഇരുൾ വഴികളിൽ അകലെയായൊരു തിരിതെളിയും മറുകര പോലെ മിഴികളിൽ നിറയും പകലൊളി പോലെ അകലെയായൊരു തിരിതെളിയും മറുകര പോലെ മിഴികളിൽ നിറയും പകലൊളി പോലെ മോളെ മോളെ മോളെ
ജോജിയെ കോടതി വെറുതെ വിട്ടു. സ്റ്റീഫന്റെ ആരാച്ചാർ ഞാനായിരുന്നു. ഞാനത് ചെയ്തു മോളെ. എന്താ സാർ കാണണമെന്ന് പറഞ്ഞു? ഇത് ജോജിക്കുള്ളതാണ്, എടുത്തോളൂ. നീ എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചതല്ലേ? ഇവനെ പോലെയുള്ള നീചന്മാരെ സമൂഹത്തിൽ വെച്ചേക്കരുത്, കൊല്ലുക തന്നെ വേണം. ജോജി എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യണം. എന്താന്ന് സാറ് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. Sometimes